ഒരു രാജ്യം ജനാധിപത്യപരമാണ് എന്ന് തോന്നുവാൻ കൃത്യസമയങ്ങളിൽ തിരഞ്ഞെടുപ്പുകൾ നടത്തിയാൽ മാത്രം പോരാ. ആ തിരഞ്ഞെടുപ്പ് നടത്തുന്ന സംവിധാനങ്ങളുടെ വിശ്വസ്തതയും നിഷ്പക്ഷതയും അത്രമേൽ തന്നെ പ്രാധാന്യമുള്ളതാണ്. ഇന്ന് ഇന്ത്യയിലെ ജനാധിപത്യ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്നത് ഏത് സ്ഥാപനമാണ് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നട്ടെല്ലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്നാൽ ആ നട്ടെൽ ഇന്ന് അധികാരത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് മുൻപിൽ മുട്ടുമടക്കിയിരിക്കുന്നു എന്ന ആശങ്ക ഇന്ത്യൻ തെരുവോരങ്ങൾ മുതൽ സുപ്രീം കോടതി വരെ എത്തി നിൽക്കുന്നു. കമ്മീഷൻ ഇന്നും നിഷ്പക്ഷമല്ല. അത് ഭരണകൂടത്തിന്റെ ഒരു പോഷക ഘടകമായി മാറിയിരിക്കുന്നു എന്നതിൽ സംശയമില്ല. ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിനെ പേടിയാണ് എന്ന് വിളിച്ചു പറയുന്നത് പ്രതിപക്ഷമായിരുന്നില്ല. മറിച്ച് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് വിരമിച്ച 66 IFS IAS ഉദ്യോഗസ്ഥർ അന്നത്തെ രാഷ്ട്രപതിക്ക് ഒരു കത്തയച്ചിരുന്നു. അതിൽ അവർ കൃത്യമായി പറയുന്നത് ഇങ്ങനെയാണ്: കേന്ദ്ര സർക്കാരിനെ കാണുമ്പോൾ മുട്ടിടിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇന്ന് രാജ്യത്തുള്ളത്. ഭരണഘടനാ സ്ഥാപനങ്ങളെ നയിച്ചിരുന്ന ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകുമ്പോൾ കമ്മീഷന്റെ വിശ്വസ്തത എത്രമേൽ അപകടകരമാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ പോലും അധികാരത്തിന്റെ തണലിൽ നടക്കുന്ന നിയമലംഘനങ്ങൾക്ക് നേരെ കമ്മീഷൻ മൗനം പാലിക്കുന്നത് ഭരണകൂടത്തോടുള്ള ഭയം മൂലമാണ്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നോക്കൂ. ഈ ശനിയാഴ്ച രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നു. ഒരു പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാറുള്ളത് അത്രമേൽ പ്രധാനമായ പ്രശ്നങ്ങളോ പ്രധാനമായ വിഷയങ്ങളോ ഉണ്ടാകുന്ന സമയങ്ങളിലായിരുന്നു. കൊറോണ സമയത്തും നോട്ട് നിരോധന സമയങ്ങളിലുമെല്ലാം നാം അത് കണ്ടിട്ടുള്ളതുമാണ്. എന്നാൽ ഔദ്യോഗിക പദവിയിലിരുന്ന് അന്ന് ഈ ശനിയാഴ്ച പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം പൂർണ്ണമായും ഒരു രാഷ്ട്രീയ പ്രചാരണമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഔദ്യോഗികമായ സംവിധാനങ്ങൾ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കാൻ പാടില്ല എന്ന അടിസ്ഥാന നിയമം ഇവിടെ കാറ്റിൽ പറത്തപ്പെട്ടു. എന്നിട്ടും ഈ നിയമലംഘനത്തിന് നേരെ നമ്മുടെ കമ്മീഷൻ ഇപ്പോഴും കണ്ണടച്ചിരിക്കുകയാണ്. 2024 ഏപ്രിൽ 21 രാജസ്ഥാനിൽ നിന്ന് ഒരു പ്രത്യേക സമുദായത്തെ ലക്ഷ്യം വെച്ച് വിദ്വേഷ പ്രസംഗത്തിലൂടെ ഭീതി പടർത്തിയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി. അന്നും അതിന്റെ പേരിൽ കമ്മീഷൻ മൗനത്തിലായിരുന്നു. നിയമം എല്ലാവർക്കും ഒന്നാണെന്ന ജനാധിപത്യ ബോധം ഇവിടെ പരസ്യമായി ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ നിസ്സംഗത ഡൽഹിയിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിലും ഇതിന്റെ അലയൊലികൾ ദൃശ്യമാണ്. പാലക്കാട് തിരഞ്ഞെടുപ്പ് സമയത്ത് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണം ഉയർന്നിട്ടും വെറുമൊരു ആരോപണം മാത്രമല്ല, വ്യക്തമായ തെളിവുകളും ദൃശ്യങ്ങളും ഹാജരാക്കിയിട്ടും പരാതി നൽകിയിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഈ നിമിഷം വരെ കുറ്റകരമായ രീതിയിൽ അതിൽ മൗനം തുടരുകയാണ്. അതിനെതിരെ കൃത്യമായ രീതിയിൽ ഒരു നിയമ നടപടി എടുക്കാൻ കമ്മീഷന് സാധിച്ചിട്ടില്ല. വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം ഒഴുക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ പരിശുദ്ധിയെ നശിപ്പിക്കുന്ന കാര്യമാണ്. എന്നിട്ടും നടപടിയെടുക്കാൻ കമ്മീഷൻ വൈകുന്നത് ആരെ സംരക്ഷിക്കാനാണ്? ഭരണപക്ഷത്തിന് ഒരു നീതിയും പ്രതിപക്ഷത്തിന് മറ്റൊരു നീതിയും എന്ന രീതിയിലാണ് ജനാധിപത്യത്തിന് എതിരായ രീതിയിൽ ഇന്ന് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. TN ശേഷനെ പോലെയുള്ള നട്ടെല്ലുള്ള ഉദ്യോഗസ്ഥർ നയിച്ചിരുന്ന ഈ സ്ഥാപനം ഇന്ന് അനീതിയുടെ കൂടാരമായി മാറിയിരിക്കുന്നു. ഒരു വശത്ത് പ്രതിപക്ഷ നേതാക്കളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും മൈക്രോസ്കോപ്പ് വെച്ച് പരിശോധിച്ച് നോട്ടീസ് അയക്കുന്ന കമ്മീഷൻ, മറുവശത്ത് അധികാരത്തിന്റെ തണലിൽ നടക്കുന്ന നിയമലംഘനങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നു. ജനാധിപത്യത്തിന്റെ കാവൽക്കാർ ഉറങ്ങുകയല്ല, മറിച്ച് എന്നൊന്നുമില്ലാത്ത രീതിയിൽ ഉറക്കം നടിക്കുകയാണ്.